ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് അവൽ വിളയിച്ചതുണ്ടാക്കാനായിട്ട് പോവുകയാണേ. അപ്പം നമുക്ക് അവൽ വിളയിച്ചുണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 3 ശർക്കര ഉണ്ടയുണ്ടല്ലോ, അത് പൊടിച്ച് പല പീസുകളാക്കിയിട്ട് അതിനകത്ത് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് എൻ്റെ ഇവിടെ ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഉരുക്കിയെടുത്തു. ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് അരിച്ചെടുക്കാവേ. അപ്പോൾ ഈ ശർക്കരയ്ക്കകത്ത് എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ ശർക്കര നമ്മൾ ഉരുക്കിയത് ഇവിടെ ഒരു അരിപ്പയിൽ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഉരുളിയിലാണേ അവൽ വിളയിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ശർക്കര ഉരുക്കിയതൊഴിച്ച് പിന്നെ കുറച്ച് തേങ്ങ, ഇതിനാവശ്യമുള്ള തേങ്ങയും കൂടെ നമുക്കിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് അവലെടുത്തിട്ടുണ്ട്. 400 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് അവലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ള ശർക്കര പാനിയും തേങ്ങയും എല്ലാം കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ശർക്കര പാനിയിൽ ഞാൻ നമ്മുടെ കോക്കനട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുക, കുറച്ച് വെള്ളം. എന്നിട്ട് നമ്മുടെ അവൽ ഇതിലേക്ക് മിക്സ് ചെയ്യും. അവൽ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഏലക്ക ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക ജീരകം പൊടിച്ചത് നന്നായി മിക്സ് ചെയ്തു. ഇനി ഞാൻ അവൽ ആഡ് ചെയ്യാൻ പോവാണേ. അവൽ ആഡ് ചെയ്തു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒരു ബ്രൗൺ കളറാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നെയ്ക്കകത്ത് ഞാൻ കുറച്ച് കാഷ്യൂസ് ആൻഡ് റൈസൻസ്, പിന്നെ പുട്ടുകടല ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയേ. പക്ഷെ പുട്ടുകടല ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, കാരണം പുട്ടുകടല എൻ്റെ കയ്യിലില്ല. ഇതിനകത്ത് കംപ്ലീറ്റ് വെള്ളവും പറ്റിച്ച് നമ്മളെടുക്കണം, അല്ലെങ്കിൽ അവൽ പെട്ടെന്ന് കേടാവുമേ. അപ്പോൾ കംപ്ലീറ്റ് ആ വെള്ളമയം പറ്റുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കിയെടുക്കണം. എന്നാലേ നമുക്ക് അവൽ കേടുകൂടാതെ കുറേ ദിവസത്തേക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ 1 സ്പൂൺ നെയ്യ് ചൂടാക്കി അതിലേക്ക് കാഷ്യൂസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. റൈസൻസ് ഇടുന്നില്ല, കാരണം റൈസൻസ് ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് റൈസൻസ് ഇടുന്നില്ല. പിന്നെ ഉള്ളി കാഷ്യൂസ് ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ അവലിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ ഇവിടെ ഫ്രൈ ചെയ്ത കാഷ്യൂസൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി അവൽ വിളയിച്ചത് റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ.